വെച്ചാൽ എൻ്റെ കന്യാകുമാരി എക്സ്പ്രസ് സുരേഷ് ഗോപിയുടെ നായികയായിട്ടാണ് ഗൗരിനന്ദ വന്നത്. അങ്ങനെ ഇവിടെ ഉണ്ട്, ഒരു ബന്ധമുണ്ട് ഗൗരിനന്ദായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരെ കൊടുത്ത് ഓരോരുത്തർ ആൻസർ പറയാം. ബാക്കി ടെക്നീഷ്യൻസിൻ്റെയും ബാക്കി ആർട്ടിസ്റ്റുകളുടെയും ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽ പുറകെ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്കറുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അതെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുടെ കൊടുത്ത് അവരുടെ ഡീറ്റെയിൽ. സുരേഷ് സാർ, സുരേഷ് സാർ ഇവിടെ 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 സാർ ഇവിടെ. ഓക്കെ ഓക്കെ സാർ, ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയിൽ 40 വർഷം തികയ്ക്കുന്ന സാറിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. 40 വർഷം ഡയറക്ടറായിട്ട്. അതെ, അതിന് മുമ്പ് 5 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, തേർഡ് അസിസ്റ്റന്റ്, 8ാമത്തെ അസിസ്റ്റന്റ്, തേർഡ് അസിസ്റ്റന്റ്, സെക്കൻഡ് അസിസ്റ്റന്റ്, അസോസിയേറ്റ് 40 പടം വർക്ക് ചെയ്തു ഇതിനു മുമ്പ്. അതെ, ഡയറക്ടർ ആവുന്നതിന് മുമ്പ്. തീർച്ചയായും. കോട്ടയം കുഞ്ഞച്ചൻ, ഉപ്പുകണ്ടം ബ്രദേഴ്സ് പോലുള്ള മാസ് സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് താങ്കൾ. എങ്ങനെയാണ് DNA പിച്ച് ചെയ്യുന്നത്? എന്ന് വെച്ചാൽ എൻ്റെ പടങ്ങൾ അറിയാം, കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, പാളയം, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ഇതൊക്കെ ഏതാണ്ടൊക്കെ ഒരു പാറ്റേൺ തന്നെയാണ്. മുണ്ടും മടക്കി കൊത്തി കൊടുത്ത്. അപ്പോൾ പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞു. ഗ്യാപ്പ് എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല, ഞാനത് അധ്വാനിച്ചു. പല സ്ക്രിപ്റ്റിന് വേണ്ടി ഇരുന്നു, ഏറ്റവും ടോപ്പ് റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നു. പലരും എന്നെ വിട്ടിട്ട് പോയി, ചിലരെ ഞാൻ ഇട്ടിട്ട് പോയി. ഇങ്ങനെ ഒരു കണ്ടീഷനായി ഒരു ഗ്യാപ്പ് വന്നു. കോട്ടയം വെച്ചിട്ടൊരു ഡയലോഗുണ്ട് മമ്മൂക്കയുടെ, അതുപോലെ തന്നെ. അപ്പോൾ ഒന്നും വർക്കൗട്ടായില്ല. ഞാൻ മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, കാർത്തിക തിരുനാൾ കാർത്തികേയൻ. അത് ഏതാണ്ട് ഓൺ വരെ എത്തിയതാണ്. അതിൽ മമ്മൂക്കയെ വെച്ച് കായൽ സാമ്പ്രാട്ട് എന്നൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. ഒന്നും അങ്ങോട്ട് ഫൈനൽ എത്തിയപ്പോൾ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളുണ്ടും ഒക്കെ, കാരണം എനിക്കൊരു കോൺഫിഡൻറ്റ് ഇല്ല. അതൊന്നുകൊണ്ടാണ് പലതും ഡ്രോപ്പ് ആയത്. പിന്നെ വന്നപ്പോൾ ഒരു മാറ്റം എനിക്ക് ഈ പറഞ്ഞ പോലെ DNA എന്ന് പറഞ്ഞ് മാറ്റി. ചിലപ്പോൾ IPS കൊണ്ട് നടക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ പഴയ തട്ടകത്തിലേക്ക് തന്നെ ഞാൻ പോകും. ഇപ്പോൾ അഷ്കർ സൗദാൻ്റെ മമ്മൂക്കയോടുള്ള രൂപസാദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രൂപസാദൃശ്യം അഷ്കർ സൗദാനെ ഇതൊരു നായകനാക്കാനായിട്ട് സാറിന് തോന്നിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഈ അഷ്കർ സൗദാൻ ഉള്ളതുകൊണ്ടാണ് ഈ പടത്തിന് DNA എന്ന് പേരിട്ടത്, മമ്മൂക്കയുടെ DNA. സത്യം അതാണ്. യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിൻ്റെ ഒരു കാരണക്കാരൻ തന്നെ അസ്കർ സൗദാനാണ്. അസ്കർ സൗദാന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഡ്യൂസർ ആദ്യം നമ്മളെ അപ്രോച്ച് ചെയ്യും, പിന്നെ സന്തോഷ് അതിനകത്ത് വരികയും, അങ്ങനെ ഞങ്ങളുടെ ഒരു ടീം വർക്കിലാണ് പിന്നെ അത് പോയത്. ഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ വിചാരിക്കുന്ന ഏതാണ്ട് അത്രയും തന്നെ നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റി. ഇനിയെല്ലാം ജനങ്ങളുടേതാണ്. ഒരു തൃപ്തിക്കുറവ് ഈ പടത്തിലില്ല. എല്ലാ സൈഡിലും, ക്യാമറ സൈഡിലായാലും, എഡിറ്റിംഗ് സൈഡിലായാലും, മ്യൂസിക്കായാലും ശരി, സ്ക്രിപ്റ്റ് സൈഡിലായാലും ശരി, മേക്കപ്പ് സൈഡിലായാലും ശരി, എല്ലാ സൈഡിലും നമ്മൾ ഏതാണ്ട് സൂപ്പറായിട്ടുള്ള സെറ്റുകളാണ്. നല്ല സെറ്റുകളാണ്, റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന സെറ്റുകളാണ്. നല്ല ആർട്ടിസ്റ്റിനെ ഭാഗ്യം കൊണ്ട് കിട്ടി. ഇടയ്ക്ക് കുറച്ച് ഷഫ്ലിംഗ് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളെ, കുറേ പേര് നമ്മൾ കാസ്റ്റ് ചെയ്ത് അത് മാറി. പക്ഷേ ഇപ്പം നമുക്ക് പണ്ടാരം പറഞ്ഞ ഫിൽട്ടർ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഈ പടത്തിന് ആപ്റ്റായ, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിന്. അവരൊക്കെ ആദ്യം പ്ലാൻ ചെയ്തതിൽ പോയത് തന്നെ നല്ലത് എന്ന് ഞാൻ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇനി ആരോടാണ്? ഇപ്പൊ ഈ സാറിന്റെ ലാസ്റ്റ് സിനിമ വരുന്നത് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഈ ഒരു കാലയളവിൽ സിനിമയുടെ ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പ്രേക്ഷകർ കുറെ സിനിമകൾ കാണാൻ തുടങ്ങി. ഇപ്പൊ സാറിന്റെ സിനിമകൾ സ്റ്റിൽ യൂട്യൂബിലൊക്കെ ഭയങ്കര അധികം ട്രെൻഡായി നിൽക്കുമ്പോഴാണ് സാർ അത്ര വലിയ ഇടവേള എടുക്കുന്നത്. സാറിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തു ഈ ഒരു ഇടവേള വീണ്ടും ഷൂട്ട് ചെയ്തപ്പോൾ? അങ്ങനെ ഇടവേള സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കുറേ പടങ്ങൾ കണ്ടു. പിന്നെ പഴയ സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടി കുറേ ഇരുന്നു. എന്നിട്ട് 3 സീരിയൽ ചെയ്തു. അന്ന് സിനിമയേക്കാൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള സീരിയലായിരുന്നു. ഏറ്റവും കൂടുതൽ CG ഉള്ള സീരിയൽ കടമറ്റത്ത് കത്തന, റെക്കോർഡ് ഹിറ്റാണ്. അതെൻ്റെ സീരിയലാണ്. വിക്രമാദിത്യൻ, ഓൾ ലാംഗ്വേജ് പോയി സീരിയൽ എൻ്റെതാണ്. അതുപോലെ തന്നെ അലാവുദ്ദീൻ അത്ഭുത വിളക്കും, അതും എൻ്റെ സീരിയലാണ്. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ്, ഡിജിറ്റലിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. ഇതിൻ്റെ നമ്മുടെ ആക്ഷൻ കിങ് ബാബുവാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വന്ന് USA നിന്നാണ് വന്ന്, അടുത്ത് പാരീസിൽ പോയിട്ട് വന്നതാണ്. വെൽക്കം ബാബുവാനി. എന്താണ് അടുത്ത? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടൊരു സോറി പറയുന്നു, കുറച്ച് ലേറ്റായിട്ട് എത്തി. ഞാൻ ഉച്ചയ്ക്കാണ് USA ഇവിടെ എത്തിയത്. ഇനി ഞാൻ നടന്ന് പുറപ്പെട്ടു. അപ്പം ഞാനും സുരേഷ് ബാബുവായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു 3 ഡെക്കേഡ്സിന് മുകളിലായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ തുടക്കത്തിലാണ്
ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ എന്നോട് സുരേഷ് ഗോപിയാണ് നമ്മുടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെ സുരേഷ് ബാബു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പടം സാധനം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലൊരു വേഷം ചെയ്യണമെന്ന്. ഞാൻ സന്തോഷമായിട്ട് അത് സ്വീകരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ സുരേഷ് ബാബു എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, പണ്ടത്തെ അല്ലെങ്കിൽ പണ്ട് വരെയുള്ള ഡയറക്ടേഴ്സ് ടെക്നിക്കലി ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കന്യാകുമാരി എക്സ്പ്രസ്സൊക്കെ 15 കൊല്ലം 12 വർഷത്തോളം അന്ന് ഞാൻ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട്. സത്യത്തിൽ ഞാൻ ഹെലികോപ്റ്റർ കണ്ടിട്ടേ ഇല്ല. ആകെപ്പാടെ അന്ന് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ഒരു പ്രൊപ്പല്ലർ പോലത്തെ ഒരു ഫാനാണ്. അന്നത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അന്ന് ഒരു ബ്ലൂ മാറ്റോ അല്ലെങ്കിൽ ഗ്രീൻ മാറ്റോ ഒന്നും ഇല്ലായിരുന്നു. അന്ന് അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നു സുരേഷ് ബാബു. അന്ന് ആ സീക്വൻസ് ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയെന്നാണ്. അന്ന് വണ്ടിയെ കയറി പോകുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ഹെലികോപ്റ്റർ പ്രൊപ്പല്ലറൊക്കെ കാണാം. ഞാൻ ബാബുവിനോട് ചോദിച്ചത് എങ്ങനെ ഒപ്പിച്ചെടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ അതുപോലെ ടെക്നിക്കലി അതുപോലെ അഡ്വാൻസ്ഡ് ആണ്, അപ്ഡേറ്റഡ് ആണ് നമ്മുടെ ഒരുപാട് പണ്ട് മുതലുള്ള ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെ. അപ്പോൾ സന്തോഷമുണ്ട് ഇതിനകത്തൊരു കാമിയാണ് ഇന്ന് ചെയ്യാൻ സാധിച്ചതിൽ. നിങ്ങളോടെല്ലാവരും കൂടെ സഹകരിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു ജെറ്റ് ലാഗ് ഉണ്ട്, അതാണ് ചെറിയൊരു കുഴച്ചിൽ വരുന്നത്. താങ്ക് യു സോ മച്ച്. റിയാസ് ഖാൻ്റെ കൊടുക്കട്ടെ. അസ്കറിൻ്റെ റിയാസ് ഖാൻ്റെ റിയാസിക. ആദ്യം നമസ്കാരം. വന്നിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ, ഓൾ ഓൺലൈൻ, ഓൾ പ്രൊമോട്ടേഴ്സ്, ഓൾ നമ്മളുടെ മീഡിയ ആൾക്കാർക്ക് വന്നതിന് താങ്ക് യു. ആൻഡ് നിങ്ങളിത് വലിയൊരു ലെവലിലേക്ക് നിങ്ങളിത് എത്തിച്ചേർക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പറഞ്ഞു റിയാസ് ഖാൻ എന്താണ്? റിയാസിക അടിച്ചു കയറി വാ. ഓക്കെ, ഭയങ്കര വൈറലാണ്. ഓക്കെ. അടിച്ചു കയറി വായ്ക്ക് മുമ്പുള്ള റിയാസ് ഖാനും ഓക്കെ അടിച്ചു കയറി വായ്ക്ക് ശേഷമുള്ള റിയാസ് ഖാനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒരു വ്യത്യാസമില്ല. ആരാധകര്, ഉറങ്ങിക്കിടക്കുന്ന ആരാധകര് പുറത്തൊന്നും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു, ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും കേരളത്തിൽ കുറേ ഫാൻ ബേസ് ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാവരും 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നതാണ്. അതിപ്പോഴും അതേപോലെ തന്നെ. അതിൽ അടിച്ചു കയറുക ഒരു എക്സ്ട്രാ ബൂസ്റ്റ്, അത്രേ ഉള്ളൂ. ഒരു ബൂസ്റ്റ്, ഒരു പുഷ്, ബാക്കിൽ നിന്ന് ചെറിയ പുഷ്. അത് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. ആദ്യം ഈ DNA ഒരു ദിവസം ഒരു ലേറ്റ് ഈവനിങ് എനിക്ക് വിളി വരുന്നത് ത്രൂ ഡിക്സൺ. സന്തോഷമായിട്ട് വിളിയാണ് വരുന്നത്. ഞാനും സന്തോഷമായിട്ടും തമ്മിൽ ഒരു വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ സന്തോഷമായിട്ടും വിളിച്ചു. സന്തോഷമായിട്ടും ഒരു കാര്യമുണ്ട്, എല്ലാം ഫുള്ളായിട്ട് പറയില്ല, ഒരു സസ്പെൻസിൽ കൊണ്ട് നിർത്തും. പറഞ്ഞിട്ട് നിർത്തും. അപ്പോൾ ഇനിയും കൂടി ഇതാ, അത് കഴിഞ്ഞ് സന്തോഷമായിട്ടാ അത് കഴിഞ്ഞ് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാ ഇപ്പം ഇത്രേ ഉള്ളൂ എന്ന് പറയും. ഭയങ്കര സസ്പെൻസാണ് എല്ലാത്തിലും. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത്, സാർ ഇത് സോ ഇങ്ങനെയാണ് തുടങ്ങിയത്. എനിക്ക് ബെൻസി പ്രൊഡക്ഷൻസ് ആണോ സാറാണോ ഡയറക്ഷൻ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല. ദെൻ സാറിൻ്റെ പേര് പറയുന്നു. സാറിന് ഞാൻ വലിയ ഫാനാണ്. ഞാൻ ഫ്രം ദ ബിഗിനിങ് വലിയ ഫാനാണ്. സോ ഒരു ആക്ടറിന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ്. ഐ എം സോ ഹാപ്പി സാറോട് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാറിനെ പോലെ വേറൊരാളെ കണ്ടിട്ടുണ്ട്, തെലുങ്കിൽ കോടി രാമകൃഷ്ണൻ. ഒരിക്കലും ദേഷ്യപ്പെടില്ല, എല്ലാം ഭയങ്കര സോഫ്റ്റാണ്. ഏത് കാര്യവും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യണത്, ഒരു പ്രഷറും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ സാറേ കാണണം, ഒരു പ്രഷറില്ല, ഒന്നുമില്ല. എല്ലാവരോടും വളരെ സോഫ്റ്റ്, ഭയങ്കര കംഫർട്ടബിളാണ് ആർട്ടിസ്റ്റ്. അങ്ങനെ സാർ പൂ പോലെ അങ്ങനെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സാധിച്ചെടുത്തോളൂ. സോ ഹാപ്പി. ടെക്നിക്കൽ ടീം, ഓൾ മൈ കൊളീഗ്സ്. പിന്നെ പപ്പനും ഞാനും തമ്മിൽ ഒരു റിലേഷനുണ്ട്. റിലേഷൻ മീൻസ് എൻ്റെ ഫാദറും പുള്ളിയുടെ ഫാദറും തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സാണ്. സോ എപ്പോഴും ഞാൻ പപ്പനെ കാണുമ്പോൾ ഞങ്ങളുടെ ഫാദറിൻ്റെ ഓർമ്മ വരും എപ്പോഴും. സോ വി യൂസ് ടു ടോക്ക്. സോ അതൊന്ന്. പിന്നെ അഷ്കറിന് ഓൾ ദി ബെസ്റ്റ്. ഗ്രാൻഡ് സക്സസ് ആട്ടെ ഈ പടം. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തൊക്കെയാണ്? എനിക്ക് ബാബു ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്.
സാർ എത്രത്തോളം നൊസ്റ്റാൾജിക്കാണ് ഈ സിനിമ? കാരണം സാറിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറുടെയാണ് ഇപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നത്. സോ എത്രത്തോളം നൊസ്റ്റാൾജിക്കായിരുന്നു? കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ തരുന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ലൊക്കേഷനിൽ നിന്ന് ഞാനും ബാബുമായിട്ട് ഇങ്ങനെ പണ്ടത്തെ പല കാര്യങ്ങൾ സംസാരിക്കുകയും, ലൊക്കേഷൻ മാത്രമല്ല ഞങ്ങൾ ഓൾമോസ്റ്റ് എവറി ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട്. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക്, വീണ്ടും ഞങ്ങൾ ഒരുപാട് പല സിനിമകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഒരുപാട് ഞങ്ങൾ ഈ സിനിമയിൽ നിന്ന് മാത്രമല്ല പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിക്കാറുണ്ട്, ഇത്ര വർഷങ്ങളായിട്ട് മുടങ്ങാതെ. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് മെമ്മറീസ് ബ്രിങ്ങിങ് ബാക്ക്. പിന്നെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുന്നതും അതൊരു വലിയ സന്തോഷം. ശരിക്കും ഒരു കാമ്യമാണ്. അപ്പോൾ എന്നോട് ബാബു പറഞ്ഞു ഇതാണ് സംഭവം, ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ബാബുൻ്റെ ഒരു അതെ 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 അപ്പോൾ അത് അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് ഒരു വിശ്വാസം. അതാണ് ആവശ്യമുള്ള ആക്ഷൻ ബാബു ആൻ്റണിയിലുണ്ട്. പൂർണ്ണമായ ഒരു ബാബു ആൻ്റണി ചിത്രമല്ല, അത് ഞങ്ങൾ വേറെ ഒരു നല്ല സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന മിക്ക ആർട്ടിസ്റ്റുകൾക്കും, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ലക്ഷ്മി റോയ് അടക്കം ഇതിൻ്റെ ഫുൾ കഥ അറിഞ്ഞുകൂടാ, അവർക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഹൈഡ് ചെയ്ത് ഐഡിയയാണ് പറഞ്ഞത്. അത് തന്നെയായിരുന്നു അതെ അതെ അതിൻ്റെ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ അറിയാമെന്ന് എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സെപ്പറേറ്റ് ആ പേജ് മാറ്റി വെച്ചും സന്തോഷം എഴുതിയിട്ടില്ല. കാരണം ഷൂട്ടിംഗ് സമയത്ത് രാവിലെയാണ് യഥാർത്ഥത്തിൽ ആ സ്ക്രിപ്റ്റ് പേപ്പർ കയ്യിൽ വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ. ബാക്കി ആർട്ടിസ്റ്റുകളോട് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ അത്യാവശ്യമുള്ള ക്യാരക്ടർ പറഞ്ഞു. പക്ഷെ അത് വേറൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഫുൾ ഡീറ്റെയിൽ കഥ അവർക്ക് അറിയാത്തത് കൊണ്ട് ആ സീൻ എടുക്കുന്ന സമയത്ത് മാത്രമുള്ള ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു. ലക്ഷ്മി ചോദിച്ചു ഇവരൊക്കെയാണോ വില്ലന്മാരെന്ന് ചോദിച്ചു. ഇന്നലെ മിനിങ്ങാന്ന് പടം കണ്ടിട്ട് അവർക്കൊന്നും അറിയില്ല. അവർക്ക് അങ്ങനെ പലർക്കും കുറച്ച് ഐഡിയ ചെയ്യേണ്ടി വന്നു. അതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടായി കാണണം. പക്ഷേ മാക്സിമം ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇതിലെ വില്ലന്മാരിൽ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു കറുപ്പ് ടിൻറ്റുണ്ട്. അത് യു ക്യാൻ ഗസ്. ഇതില് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീ ബാബുവൻ ഇതിൽ ചെയ്യേണ്ടത് ഇപ്പം ചെയ്ത വേഷമല്ലായിരുന്നു. ഒരു ത്രൂ ഔട്ടുള്ളൊരു വേഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഒരു തമിഴ് പടത്തിൻ്റെ അല്ലേ ആ പടത്തിൻ്റെ ഒരു ഡേറ്റും നമ്മുടെ പടവും ക്ലാഷ് ആയതുകൊണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ക്യാമിയോ റോളിലേക്ക് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അദ്ദേഹം സംബന്ധിച്ച് വന്നു. അതല്ലായിരുന്നു, അദ്ദേഹത്തിന് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് വെച്ചിരുന്നത്.